എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്ക് ഒരു കൂൺ മസാല ഉണ്ടാക്കാം. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി, നല്ല ചൊടിയുള്ള ഒരു കൂൺ മസാലയാണ്. ഈ കൂണ് ഞാൻ മേടിച്ച കൂണാണ്. കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. എന്നാൽ കൂടി ഈ മസാലകളൊക്കെ ചെന്നപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും എല്ലാം പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അതിലേക്കായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ചെറിയ ഉള്ളി 30 എടുത്ത് അതിനെ നീളത്തിലരിഞ്ഞ് നനനനെ അരിഞ്ഞത് നീളത്തിലരിഞ്ഞ് അതിനെ ഒന്ന് വറക്കാനിട്ടു. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ, അത് പൊടിയായി അരിഞ്ഞത്, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് അത്രയ്ക്ക് തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 പച്ചമുളക്, ചെറുതും വലുതുമായിട്ടുള്ളത്. പച്ചമുളക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കൂൺ കറിയൊക്കെ ആകുമ്പോൾ ഇത്തിരി ചുടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. അത് നെടുകെ കയറിയിട്ട് ഇതിലേക്ക് ഇട്ടു. ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇടാം. പൊടികൾ ഇടുന്ന സമയത്ത് വീഡിയോ ഓഫായ കാരണം ഞാൻ ഈ പൊടികളുടെ എല്ലാം അളവും എന്തൊക്കെ പൊടികളാണ് എടുത്തതെന്ന് ഇവിടെ എഴുതിയിട്ട് ഇടാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ അളവനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ഇതാണ്, പാനാണ്. അപ്പോൾ ഞാൻ ഇതിന്ന് വേറൊരു പാത്രത്തിലേക്ക്, കറി വയ്ക്കാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ്. കാരണം ഇരുമ്പിൻ്റെ ഇതിൽ കറികൾ വെക്കുന്ന സമയത്ത് ഒരു കറുപ്പ് കളറിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറക്കേണ്ടതും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഇരുമ്പ് പാനിൽ ചെയ്യാറ്. ഇനി ഞാൻ അതിലേക്ക് 2 തക്കാളി ഇട്ട, ചെറിയ തക്കാളിയാണ്, വലുതല്ല, അതരിഞ്ഞത് ഇതിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവട്ടെ. ഇതിലേക്ക് ഒഴിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ഇരുമ്പ് ചീനട്ടിയിലല്ലേ നമ്മൾ വറുത്തെടുത്തത്, അപ്പോൾ ആ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അതിനിടയിൽ ഇതിലേക്ക് കുറച്ചുകൂടി പാകത്തിന് ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരാക്കി വെച്ച കൂണുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടുക. ഇനി മുഴുവൻ കൂണും ഇതിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഇത് ഒരു മൂടി നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒരു മൂടി വെച്ചിട്ട് നല്ല പോലെ വേവിക്കാനിടുക. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റിലധികമായിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ, ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല പോലെ വെന്ത് നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നല്ലൊരു വറവ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കാം കേട്ടോ. വറുത്തിടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. ശരിക്കും കറിയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവിയാൽ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ എപ്പോഴും വറുത്തിടും. അപ്പോൾ കുറച്ചുകൂടിയും ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ്. ഇത് നല്ല ചുവപ്പ് കളറാവുന്നവരെ വഴറ്റുക കേട്ടോ. നല്ല ചുവന്ന കളറായി കിട്ടിയിട്ടുണ്ട് ഉള്ളി കേട്ടോ. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് കൊട്ടാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.